എന്തായാലും ഇന്ന് ഹൈക്കോടതിയിൽ നാടകീയമായ സംഭവങ്ങളുണ്ടാണ് ഉണ്ടായത്. അതിനു മുമ്പ് നമുക്ക് ഇന്നലെ വൈകിട്ടത്തെ സംഭവങ്ങളിലേക്കൊന്ന് പോകേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. കാരണം ഇന്നലെ വൈകിട്ട് 4:01 ബോബി ചെമ്മണ്ണൂരിനെ ജാമ്യത്തിൽ വിട്ടുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് പുറത്തു വന്നത്. 4:52 തന്നെ ഈ റിലീസിംഗ് ഓർഡർ പുറത്തു വന്നു. പക്ഷേ ബോബി ചെമ്മണ്ണൂർ ഇന്നലെ പുറത്തിറങ്ങിയില്ല. മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഇന്നലെ മണ്ഡല മകരവിളക്കായിരുന്നു. ഇന്നലെ പുറത്തിറങ്ങിയാൽ മാധ്യമ ശ്രദ്ധ കിട്ടില്ല എന്ന് ബോബി ചെമ്മണ്ണൂരിനെ ആരോ ഉപദേശിച്ചു. ആ ഉപദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് ജയിലിൽ കിടക്കുന്ന തടവുകാർക്ക് വേണ്ടി അവർക്ക് വേണ്ടി താൻ ഇന്ന് പുറത്തിറങ്ങുന്നില്ല. പ്രത്യേകിച്ചും ഈ ജാമ്യ വ്യവസ്ഥകൾ പാലിക്കാനാകാതെ കിടക്കുന്ന തടവുകാർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ കിടക്കുകയാണ് എന്നാണ് ഇന്നലെ വൈകിട്ട് അഭിഭാഷകനൊക്കെ തന്നെ അറിയിച്ചത്. പക്ഷേ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ഇന്ന് രാവിലെ ഇടപെട്ടത്. അഭിഭാഷകനോട് കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടു. 10:15 തന്നെ കോടതി പരിഗണിക്കുകയും ചെയ്തു. പിന്നീട് 12 മണിക്ക് കോടതി വീണ്ടും ഇക്കാര്യത്തിൽ കേട്ടു. 1:45 വീണ്ടും കേട്ടപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ മാപ്പപേക്ഷയാണ് കോടതിക്ക് മുമ്പിൽ വേണ്ടത്. എന്തായാലും അഭിലാഷ് നായർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. അഭിലാഷ്, അസാധാരണമായ സാഹചര്യമാണ്. കാരണം സാധാരണഗതിയിൽ ഒരു ജാമ്യം കിട്ടിയാൽ ജാമ്യാപേക്ഷ സ്വീകരിച്ച് പുറത്തു പോകുകയാണ് ഒരു പ്രതി ചെയ്യേണ്ട. പക്ഷേ അതിനും അപ്പുറത്ത് നാടകം കളിക്കാൻ ഒരുക്കിയാൽ ഇതല്ല ഇതിൽ പരം കിട്ടും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയല്ലേ ഇന്ന് കോടതിയിൽ നിന്നുണ്ടായത്? ജോഷി, ഒരു പൗരന് രാജ്യത്തിന്റെ നീതിന്യായ സംവിധാനത്തെക്കുറിച്ചും നിയമവ്യവസ്ഥയെക്കുറിച്ചും ഒരു അടിസ്ഥാന ധാരണയെങ്കിലും വേണം. അല്ലെങ്കിൽ നിങ്ങൾ ബോബി ചെമ്മണ്ണൂരാകും എന്ന ഒരു കൃത്യമായ ഒരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഇന്ന് കോടതിയിൽ നിന്നും കണ്ടത്. നമുക്കറിയാം, ഇന്നലെ ബോബി ചെമ്മണ്ണൂരിന് ഹൈക്കോടതി ജാമ്യം നൽകി. അത് തന്നെ കോടതി ഇന്നലെ തന്നെ ബോബി പുറത്തിറങ്ങട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് ആ കേസ് നേരത്തെ എടുക്കുകയും 3:30 മുമ്പ് വിധിന്യായം പുറത്തിറക്കുകയും 5 മണിക്കകം തന്നെ ജില്ലാ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തത്. പക്ഷേ ബോബി ആകട്ടെ അതിബുദ്ധിമാനായ ഒരു കളി കളിച്ചു. ആ കളിയാണ് യഥാർത്ഥത്തിൽ വിനയായത്. നമുക്കറിയാം, ഇന്നലെ ശബരിമലയിൽ മകരവിളക്കായിരുന്നു. സകല ടെലിവിഷൻ ചാനലുകളിലും തത്സമയം മകരവിളക്കിന്റെ കവറേജ് ആയിരുന്നു. ഈ സമയത്ത് പുറത്തിറങ്ങിയാൽ താൻ ഉദ്ദേശിക്കുന്ന ഒരു മാധ്യമ കവറേജ് കിട്ടില്ല എന്ന് ബോബി ആരോ ഉപദേശിച്ചിട്ടുണ്ടാവാം. അതാണ് ബോബി ഇന്നലെ പുറത്തിറങ്ങാതെ അഭിഭാഷകനോട് അത് വൈകിപ്പിക്കാൻ നിർദ്ദേശിക്കുകയും അങ്ങനെ 7 മണിക്ക് മുമ്പ് കോടതി രേഖകൾ അടക്കം തന്നെ ജയിലിൽ ഹാജരാക്കാതിരിക്കുകയും ബോബി പുറത്തിറങ്ങാതിരിക്കുകയും ചെയ്തു. പക്ഷേ ഇന്നലെ രാത്രി തന്നെ ഇത് വാർത്തയായി. നമ്മളടക്കം തന്നെ വളരെ വിശദമായ ഇതൊരു നാടകം ബോബി ചെമ്മണ്ണൂർ കളിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അത് കോടതിയുടെ ശ്രദ്ധയിലും പെട്ടു. ഇന്ന് രാവിലെ 9:45 തന്നെ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകനോട് കോടതിയിൽ നേരിട്ട് 10:15 ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോഴേ കാര്യങ്ങൾ അപകടത്തിലാണ് എന്ന് അഭിഭാഷകർക്ക് മനസ്സിലായി. ഇന്നലെ തന്നെ അഭിഭാഷകർ ഇക്കാര്യത്തിൽ ബോബി ചെയ്യുന്നത് ശരിയല്ല എന്നൊരു നിലപാടുണ്ടായിരുന്നു. പക്ഷേ കോടതി കൂടി ഇടപെടുന്നു എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ അതിവേഗം ഒരു ജൂനിയർ അഭിഭാഷകനെ ജയിലിലേക്ക് അയച്ച് ബോബിയെ 10:15 കോടതി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പുറത്തിറക്കി. പക്ഷേ ഇതൊന്നും കോടതി അംഗീകരിച്ചില്ല. അതിരൂക്ഷമായ ഭാഷയിലാണ് ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ ഇന്ന് ബോബി ചെമ്മണ്ണൂരിനെ വിമർശിച്ചത്. കാരണം കോടതിയും ഒപ്പം തന്നെ അഭിഭാഷകരെയും എല്ലാം തന്നെ കളിയാക്കുന്ന രീതിയിലേക്ക് ബോബിയുടെ പ്രവൃത്തി മാറി. ഇന്നലെ ജാമ്യം ലഭിച്ച പ്രതി എന്തിനാണ് അവിടെ വീണ്ടും തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? റിമാൻഡ് തടവുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബോബി ചെമ്മണ്ണൂർ ആരാണ്? അതിന് കോടതിയുണ്ട്, നിയമ സംവിധാനമുണ്ട്. അത് തങ്ങൾ നോക്കിക്കൊള്ളാം എന്നുകൂടി കോടതിക്ക് പറയേണ്ടി വന്നു. ആ ഘട്ടത്തിലടക്കം തന്നെ അഭിഭാഷകർക്കും ഒന്നും പറയാനില്ലാത്ത ഒരവസ്ഥയായിരുന്നു. കാരണം അങ്ങനെ വന്നാൽ ജാമ്യം റദ്ദാക്കും. കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ബോബി ചെമ്മണ്ണൂരാകട്ടെ പ്രാഥമികമായി തന്നെ കുറ്റം തെളിയിക്കപ്പെടാൻ തന്നെ വ്യക്തതയുള്ള ഒരു കേസാണ് എന്ന് ഈ വിധിന്യായത്തിലടക്കം തന്നെ കോടതി വ്യക്തമാക്കുകയും ചെയ്തതാണ്. അങ്ങനെ ഒരു പ്രതി ജാമ്യം ലഭിച്ചിട്ടും ഇത്തരമൊരു നാടകം ജയിലിലും പൊതുസമൂഹത്തിന് മുമ്പിലും കളിക്കാൻ ശ്രമിച്ചത് കോടതി അംഗീകരിച്ചു കൊടുക്കില്ല എന്ന് വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞു. ആ ഘട്ടത്തിലാണ് 11 മണിക്ക് കാര്യങ്ങൾ വിശദീകരിക്കണം എന്ന അഭിഭാഷകനോട് കോടതി വ്യക്തമാക്കിയത്. 11 മണിക്കാകട്ടെ വീണ്ടും കോടതി ചേരുകയും അപ്പോഴേക്കും ബോബി പുറത്തിറങ്ങിയ വിവരമടക്കം കോടതി അറിഞ്ഞിരുന്നു. ഈ ഘട്ടത്തിൽ ബോബിയുമായി സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ബോബിയുമായി സംസാരിച്ച് വിശദാംശങ്ങൾ അറിയിക്കാം എന്ന് വീണ്ടും അഭിഭാഷകൻ പറഞ്ഞു. ആ ഘട്ടത്തിലും അതിരൂക്ഷ വിമർശനം കോടതിയുടെ ഭാഗത്തുമുണ്ടായി. ഇത്തരത്തിൽ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചാൽ ജാമ്യം റദ്ദാക്കുക മാത്രമാണ് മാർഗം. മാത്രവുമല്ല, ബോബിയുടെ കേസിൽ വേഗത്തിൽ കുറ്റപത്രം നൽകി 1 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കാൻ കൂടി ഈ കോടതിക്ക് ഉത്തരവിടാൻ അധികാരമുണ്ട് എന്ന കാര്യം ഓർക്കണം എന്നുകൂടി കോടതി പറഞ്ഞു. അത്തരം രൂക്ഷമായ ഭാഷയിൽ കോടതി നിലപാടെടുത്ത ശേഷം 1:45 വീണ്ടും ഈ കേസ് പരിഗണിക്കാനായി മാറ്റിവെച്ചു. അപ്പോഴേക്കും യഥാർത്ഥത്തിൽ ബോബി ചെമ്മണ്ണൂർ ഓട്ടത്തിൽ തന്നെയായിരുന്നു. റൺ ബേബി റൺ പോലെ തന്നെയായിരുന്നു. റൺ ബോബി റണ്ണായിരുന്നു യഥാർത്ഥത്തിൽ. ബോബി തൃശ്ശൂരിലേക്ക് പായുകയായിരുന്നു. ആ ഘട്ടത്തിലടക്കം അഭിഭാഷകർ ബോബി ചെമ്മണ്ണൂരിന്റെ ഫോണിൽ സംസാരിച്ച് ഈ കാര്യങ്ങളിൽ തങ്ങളുടെ ഭാഗത്തും ഗുരുതരമായ വീഴ്ചയുണ്ടായതും കോടതി അതിരൂക്ഷ നടപടിയിലേക്ക് പോവുകയാണ്. അതിവേഗം
മാപ്പ് പറയുന്നതാണ് ഉചിതം എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെ 1:45 കോടതി ചേർന്നതിന് 5 മിനിറ്റ് മുമ്പ് പരസ്യമായി തൃശ്ശൂരിലെ വീട്ടിന് മുമ്പിൽ മാധ്യമങ്ങളോട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നിയമ നടപടിക്ക് താൻ വിധേയമാകുന്നു, എല്ലാ തരത്തിലും തനിക്ക് തെറ്റുപറ്റി താൻ മാപ്പപേക്ഷിക്കുന്നു എന്ന് വ്യക്തമായി കോടതിയെ അറിയിക്കുന്നതിന് വേണ്ടി ബോബി ചെമ്മണ്ണൂർ അത്തരമൊരു മാപ്പപേക്ഷ നടത്തി. ആ മാപ്പപേക്ഷ തൽക്കാലത്തേക്ക് സ്വീകരിക്കുന്നു എന്ന് 1:45 കോടതി ചേർന്നപ്പോൾ തന്നെ ജഡ്ജി വ്യക്തമാക്കി. മാത്രവുമല്ല ബോബിയുടെ അഭിഭാഷകനോട് ഈ മാപ്പ് രേഖാമൂലം എഴുതി തരുവാനും പറഞ്ഞു. അത്തരത്തിൽ സാഷ്ടാംഗം കോടതിയുടെ മുമ്പിൽ വീടുകൊണ്ട് ക്ഷമ പറഞ്ഞുകൊണ്ട് മാപ്പ് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് ബോബി ചെമ്മണ്ണൂർ യഥാർത്ഥത്തിൽ ഉരുകയാണ് ചെയ്തത്. പക്ഷേ അഭിഭാഷകർക്കടക്കം നിയമ സംവിധാനങ്ങൾക്കടക്കം തന്നെ ഒരു വലിയ നാണക്കേടായി യഥാർത്ഥത്തിൽ. കാരണം ഇത്തരത്തിൽ ഒരു വലിയ അഭിഭാഷക വൃന്ദം തന്നെ ബോബിയെ പുറത്തിറക്കാനായി കോടതിയിലടക്കം തന്നെ വലിയ പോരാട്ടം നടത്തി. അവരെ കൂടി പരിഹസിക്കുന്ന രീതിയിലേക്ക് ജാമ്യം ലഭിച്ച ശേഷവും ബോബി കോടതിയിൽ തുടരാൻ ജയിലിൽ തുടരാൻ ശ്രമിച്ചടക്കമുള്ള കാര്യങ്ങൾ വലിയ തോതിൽ വളരെ ശരിയാണ് അഭിലാഷ്. അഭിഭാഷകരെ മാത്രമല്ല പൊതുസമൂഹത്തെ മുഴുവൻ അപഹസിക്കുന്ന രീതിയിലാണ് ബോബി ചെമ്മണ്ണൂർ പ്രവർത്തിച്ചതും പറഞ്ഞുവെന്ന് തന്നെയാണ് കോടതി പറഞ്ഞത്. അഭിഭാഷകരെ മാത്രമല്ല നിയമ സംവിധാനത്തെ കൂടി അപഹസിക്കുന്ന രീതിയിലാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞതും പ്രവർത്തിച്ചതും തന്നെയാണ് കോടതി പറഞ്ഞത്. അതുകൊണ്ടുകൂടി തന്നെയാണ് കോടതി ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോയത്. കോടതിയെയും നിയമത്തെയും വെല്ലുവിളിക്കാൻ പോയി കഴിഞ്ഞാൽ 8ന്റെ പണി കിട്ടും. എത്ര ഫാൻസ് ഉണ്ടെന്നും എനിക്ക് കാര്യമില്ല. ഇത് ഇന്ത്യയാണ്. അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ അദ്ദേഹത്തോട് സ്നേഹമുണ്ടെന്നുണ്ടെങ്കിൽ വാ മൂടി എവിടെയെങ്കിലും ഇരിക്കുക. ചുമ്മാ വായി തോന്നുന്ന പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇനിയും അയാളെ പെടും. ദയവ് ചെയ്ത് മിണ്ടാതിരിക്കുക. പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് അവനൊരു ബോധ്യം വേണം. ഇനി ഈ ബോച്ചെന്നുകൊണ്ട് ഇനി വല്ലോ നടിമാരുടെയൊക്കെ അക്കൗണ്ടിൽ പോയി തെറിവിളിയൊക്കെ നടത്താൻ പോയി കഴിഞ്ഞാൽ അങ്ങേര് പറഞ്ഞ പഴയ ക്ലിപ്പിങ് വിട്ടുകൊണ്ട് പണി നടത്തി കഴിഞ്ഞാൽ അങ്ങേർക്ക് തന്നെ പണി കിട്ടാൻ പോകുന്നു. പിന്നെ അതേ നിങ്ങൾ മിണ്ടായിരുന്ന പകുതി പ്രശ്നം തീരും. ആ ജയിലിൻ്റെ ഫ്രണ്ടിൽ കിടന്നുകൊണ്ട് നിങ്ങളൊക്കെ എന്താ കാണിച്ചുകൊണ്ടിരുന്നത്? വെറുതെ അങ്ങയുടെ ഈ ബോബിയുടെ ഇമേജൂടെ നിങ്ങൾ കളയുക ചെയ്ത് രക്ഷിക്കാനറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ബോച്ചയ്ക്കൊരു കൊടുക്ക്. നിങ്ങളുടെ വിചാരം ബോച്ചയ്ക്കൊരു കൊടുക്കും, കോടതിക്കൊരു കൊടുക്കും വെച്ചാൽ കോടതിയിൽ നിന്ന് ജഡ്ജി വന്ന് ഇതേ എടുത്ത് നിങ്ങളുടെ ബോച്ചയുടെ അതേണ്ട എന്ന് എടുത്തു തരത്തില്ല. കോടതി അതിനല്ല ഇരിക്കുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ കുറച്ചൊക്കെ ഒരു മര്യാദ കാണിക്കുക. ബോബി ചെമ്മണ്ണൂരിനെ നാറ്റിക്കാതിരിക്കുക. ഇത് കോടതിയാണ്, നിയമമാണ്. നിയമം എല്ലാവർക്കും ബാധകമാണ്. പുള്ളി കുന്തി ദേവി എന്ന് പറയുന്ന പരാമർശം മാത്രം പറഞ്ഞതിനല്ല. ഇത് കുറേ നാളായി കോടതി കണ്ണടച്ച് വെച്ചിരിക്കുകയല്ല. കോടതിയും ഈ സോഷ്യൽ മീഡിയ നടക്കുന്ന കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ടാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. നല്ലവണ്ണം പഠിച്ചിട്ട് തന്നെയാണ്. ബോച്ചെ കളിക്കുന്ന കളിയുടെ അതൊക്കെ മേളിൽ കളിക്കുന്ന ആളാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് വെറുതെ പിന്നെ നിങ്ങളെപ്പോലുള്ള പ്രത്യേകം ഈ കമൻറ്റ് ബോക്സിലൊക്കെ പോയി എല്ലാവരും തന്തയ്ക്കും തലയ്ക്കും വിളിക്കുന്നവന്മാർ പലരുണ്ട്. കമൻറ്റോളീസ് അവരുടെ ശ്രദ്ധയ്ക്ക് 8ന്റെ പണി കിട്ടും. ഇതെല്ലാം പോലീസ് സെർച്ചിങ് ആണ്. ഇപ്പം ഓരോരുത്തരുടെ കമൻറ്റ് ബോക്സിൽ കൊണ്ട് ഇട്ടിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ പിടിക്കില്ലെന്ന വിചാരമെങ്കിൽ മാറി വേണ്ടി വെച്ചാൽ പൊക്കാൻ പറ്റും. പിന്നെ ആരും പോട്ടെന്ന് എന്തെങ്കിലും ആട്ടെ, ശ്രദ്ധിക്കേണ്ട. തിരിച്ചല്ലേ കമൻറ്റ് തിരിച്ച് പറയുന്നത്. അതിൻ്റെ പുറകെ പോകണമെന്ന് വിചാരിച്ചാൽ 8ന്റെ പണി കിട്ടും. അതിപ്പം ബോബിക്ക് വേണ്ടിയാണെങ്കിലും മറ്റാർക്ക് വേണ്ടിയാണെങ്കിലും വാദം പറയുമ്പോൾ ഓർത്തോളുക. പറയുന്ന കാര്യങ്ങൾ മാന്യമായിട്ട് വിമർശിച്ചിട്ട് പോവുക. ആരുടെയും തന്തയ്ക്ക് നിലയ്ക്ക് വിളിക്കാൻ നമുക്ക് ആർക്കും അവകാശമില്ല. ഇവര് എന്തൊക്കെ ചിരിപ്പിക്കുകയാണോ? ബോബി ചെമ്മണ്ണൂർ വന്നിരിക്കുന്ന ആൾക്കാരാണ്. അദ്ദേഹത്തിൻ്റെ ഫാൻസ് ആകാം, അല്ലെ ആരാധകരാകാം, അല്ലെ അദ്ദേഹത്തിൻ്റെ ഫിജിക്കാട്ടിലെ ആൾക്കാരായിരിക്കാം. അവരെ സംബന്ധിച്ച് അവരുടെ അന്നമാണ് ബോബി ചെമ്മണ്ണൂർ. അദ്ദേഹത്തെ പുറത്ത് കൊണ്ടുവരേണ്ട അവരുടെ ആവശ്യമാണ്. ചെന്നേ പറ്റുള്ളൂ. കാരണം ഒരു വലിയ പ്രസ്ഥാനമല്ലേ, അതിൽ ജീവിച്ച് ശമ്പളം കിട്ടണ്ടേ. പിന്നെ വിളിച്ചാൽ വരാതിരിക്കാൻ പറ്റും. ചെല്ലുമ്പോൾ എന്തെങ്കിലും കൊടുക്കാതിരിക്കും. ഒന്നും കൊടുത്തല്ലേ പോലും വന്നല്ലേ പറ്റുള്ളൂ. എനിക്കൊന്ന് ബോബിയൊക്കെ സംബന്ധിച്ച് കേരളം ഒട്ടാകെ ഈ ചെമ്മണ്ണൂരുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഫ് ഇഷ്ടം പോലെ ഫിജിക്കാട്ടും ഒക്കെ ഉള്ളതല്ലേ. അപ്പം എന്താണ് ചിരി വരുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ
കുറച്ചുകൂടി സീരിയസ് ആയിട്ട് വന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അറിയാൻ മേലെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരെ വിളിച്ച് ചോദിക്കുക. അവർക്ക് വേണ്ടി രാഷ്ട്രീയക്കാർ, മന്ത്രിമാർക്ക്, MLA മാർക്കൊക്കെ വേണ്ടി ലിറിക്സ് എഴുതുന്ന ആൾക്കാരുണ്ട്. ലിറിക്സ് ഈ വിളിക്കുന്നതിനുള്ള കറക്റ്റ് പദം അത് എഴുതി മേടിച്ചിട്ട് വേണ്ടേ പറയും. ഇതൊരുമാതിരി ചുമ്മാ പിള്ളേർ സ്കൂളിൽ കിടന്ന് മുദ്രാവാക്യം വിളിച്ചിട്ട് ചിരിക്കുന്ന പോലെയുള്ള ചിരിയൊക്കെ പാസ്സാക്കുമ്പോൾ സംഗതിയുടെ ഗൗരവം നഷ്ടപ്പെട്ടു പോകും. അതാണ് പ്രശ്നം ഉണ്ടാകും. കാണാൻ നമുക്ക് പോലും ചിരിയാ വരുന്നത്. അതാണ് അതിൻ്റെ കോമഡി. ഇവിടെ പല സഹോദരിമാർ എന്താ പറയുന്നത്, ഒരു സഹോദരനും സഹോദരിയൊക്കെ ഉണ്ട്. ഈ സഹോദരൻ നമ്മുടെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ വെൽഫെയർ മറ്റേ പ്രസിഡന്റ് അളിയൻ, പിന്നെ ഈ സെക്രട്ടറി ആയിട്ടാ പുള്ളി. കേട്ടു അവരുടെ ഈ വീഡിയോ ഞങ്ങളും കണ്ടു. എന്തോ വാക്ക് പറഞ്ഞു മോളെ, പുള്ളിയുടെ വായിൽ നിന്ന് വീണത് ഒരു കുന്തി ദേവി എന്നുള്ള ഒരു വാക്കിന്റെ കുന്തിദേവി എന്നാ പറഞ്ഞത്. കുന്തിദേവി എന്നല്ല. ഈ കുന്തി ദേവി എന്ന് പറഞ്ഞത് ചേച്ചി ഇപ്പൊ വേറൊരു തരത്തിൽ പറഞ്ഞു. അപ്പൊ ചേച്ചി അത് ഇത്രയും നാൾ മനസ്സിലാക്കി വെച്ചത് ആ തരത്തിലാണ്. അപ്പൊ അതിന്റെ അർത്ഥം ചേച്ചിക്ക് അത് കിട്ടിയത് ആ രീതിക്ക് തന്നെയാണ്. കിട്ടി അങ്ങനെ തന്നെ കിട്ടിയത്. അപ്പൊ അതിലൊരു അതിപ്പോ ചേച്ചിയോടോ ചേച്ചിയുടെ മകളോടോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അത്തരത്തിലൊരു പ്രയോഗം ഒരാൾ പ്രതികരിക്കും. അപ്പൊ അന്നേരം ഈ പുള്ളിക്കാരത്ത് എന്തൊക്കെ ഇവര് ബോച്ചയെ നാറ്റിക്കാൻ വന്നതാണോ? കാരണം ജയിലിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്നൊരു സിറ്റുവേഷൻ. അപ്പോൾ അയാൾക്ക് ജാമ്യം കോടതി അനുവദിച്ച ബെയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ബെയിൽ കിട്ടിയപ്പോൾ പുള്ളിക്ക് ഇറങ്ങണമല്ലോ. പുള്ളി ഇതെല്ലാം കണ്ടവിടെ പേടിച്ചിരിക്കുമെങ്കിൽ ഇപ്പം ഒന്നുമല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടുവരുന്നവരെ ഇത് എന്നാളും പൈസ കൊടുത്തായിരിക്കും ഇവരെ കൊണ്ടുവരുന്നത്, അവരുടെ വണ്ടിക്കൂലിയും. എന്നാൽ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വിവേചന ബോധമുള്ള ഒരാളെ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഡബിൾ ചാർജ് കൊടുത്താലും കുഴപ്പമില്ല, കാര്യങ്ങൾ നടക്കുമല്ലോ. ഇത് ബോബിയുടെ ഇമേജ് താക്കാൻ വേണ്ടിയാണോ? ബോച്ചയ്ക്ക് ഒരു എനിക്കൊന്ന് ഈ ബോബിയുടെ പുതിയ വല്ലോ പ്രസ്ഥാനം അല്ലെ എന്തെങ്കിലും പുതിയ ഐറ്റംസിൻ്റെ പുതിയ പേര് യോന്ന് വല്ലതാണ്. അതിൻ്റെ പബ്ലിസിറ്റിക്ക് വേണമെങ്കിൽ ബോച്ചയ്ക്ക് ഒരു യോക്കൊട്ടക്ക് ഒരു മാന്യമായ മുദ്രാവാക്യം പോലും പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലേ? അല്ല, ഇത് ബോച്ചയുടെ പുതിയ സ്ട്രാറ്റജിയാണ്. യോക്കൊട്ടക്ക് വല്ല പ്രോഡക്റ്റ് ആണോ യോ എന്നുള്ളത്. മാപ്പർഹിക്കാത്ത ശിക്ഷ ബോച്ച ചെയ്തിട്ടുണ്ടോ? ഒരു മാപ്പ് പബ്ലിക് മീഡിയയിൽ മാപ്പ് അർഹിക്കുന്ന നമ്മൾ പറയാമെന്ന് പറയുന്ന സമയത്ത് മാപ്പ് പോലും അർഹിക്കാത്ത തെറ്റെന്താണ്? ഒരു നാട്ടിൽ പോയി ഈ പറയുന്ന പോലെ വസ്ത്രവിധാനം ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഇടാമെന്നുള്ള കാരണം പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ആരെങ്കിലും ഒരാൾ ബിക്കിനിയിട്ട് ഇനോഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഓക്കെ ആണെന്ന് നിങ്ങൾ എല്ലാവരും അംഗീകരിക്കുമോ? കോടതി പറഞ്ഞിരിക്കുന്നത് സമാനമായ കുറ്റകൃത്യങ്ങൾ മുൻപും ഇയാൾ ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ ഒരാൾ ഇന്റൻഷനലി എന്തെങ്കിലും ചെയ്താലാണ് അത് കുറ്റകൃത്യമാണ്. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്ന ഇന്റൻഷനെ അല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞ കേസിന് ആസ്പദമായ സംഭവത്തിൽ എന്താണ് ഇന്റൻഷൻ? അത് ഇത് ഈ പബ്ലിക്കിന്റെ മുമ്പിൽ ഇത്രയും പറയില്ലല്ലോ. ഇനി അഥവാ ഇൻ കേസ് അങ്ങനെ ആണെങ്കിൽ തന്നെ അണീറോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് അപ്പൊ തന്നെ ആ ഒരു ഇത് ഇറങ്ങി വരായിരുന്നു അല്ലേ? അല്ലാതെ കഴിഞ്ഞിട്ടല്ലല്ലോ. ഇപ്പൊ ഞങ്ങളൊക്കെ സ്ത്രീകളാ, ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു സ്ഥലത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 4 മാസം കഴിഞ്ഞിട്ടല്ലേ കേസ് കൊടുക്കുക. നമുക്കത് അത് ഫിലിം ഫീൽഡ് പോലെയുള്ളൊരു മേഖലയിലുള്ളൊരു വ്യക്തികൾക്ക് അവർക്ക് എന്തെങ്കിലും ഒന്ന് ഫേസ് ചെയ്യുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ സംഘടനയുണ്ട്. സാധാരണപ്പെട്ട ഒരു ആൾക്കാർ പോലും അല്ല. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? അപ്പം തന്നെ അവർ ബഹിഷ്കരിക്കായിരുന്നു. 4 മാസം കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോൾ ഈ കാണുന്ന ജനങ്ങളൊക്കെ പൊട്ടന്മാരല്ലല്ലോ. അതൊക്കെ നമുക്ക് ഏകദേശം എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ അതിന്റെ പിന്നിലൊക്കെ വേറെ കളികൾ ഉണ്ടാവും എന്നുള്ളത് ഏകദേശം സാധാരണ ജനങ്ങൾക്ക്. കുറ്റക്കാരി എന്നുള്ളതല്ല, പ്രതികരിക്കേണ്ട സ്ഥാനത്ത് എന്ത് ചെയ്യണം? പ്രതികരിക്കണം. ഇത് കഴിഞ്ഞ കുറെ കാലം കഴിഞ്ഞിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുക? പ്രതികരിക്കുക. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ പറയുന്ന ബോച്ച എന്ന് പറയുന്ന ഒരാള് 4 ദിവസം നമുക്കിപ്പോൾ ഈ ഹണിറോസ് എന്ന് പറയുന്ന വ്യക്തി മാപ്പർഹിക്കാത്ത ശിക്ഷ ബോച്ച ചെയ്തിട്ടുണ്ടോ? ഒരു മാപ്പ് പബ്ലിക് മീഡിയയിൽ മാപ്പ് അർഹിക്കുന്ന നമ്മൾ പറയാമെന്ന് പറയുന്ന സമയത്ത് മാപ്പ് പോലും അർഹിക്കാത്ത തെറ്റെന്താണ്? ഒന്ന് ആലോചിക്കണം കേരള ജനസമൂഹം. ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ ഒരാളെ എത്രയോ കൊല്ലങ്ങളായിട്ട് സൗദി അറേബ്യയിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി തെരുവിലിറങ്ങിയ ഒരു വ്യക്തിയെ എന്ത് അടിസ്ഥാനത്തിന്റെ പേരിലാണ് 6 ദിവസം ഈ പറയുന്ന ജയിലിലിട്ടത്? ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഈ നിയമപീഠത്തിനോട് തന്നെ ചോദിക്കാനുണ്ട്, ഒരു മീഡിയാസിനോടും. നിങ്ങളെല്ലാവരും പിച്ച് പറിച്ച് കീറി കളഞ്ഞൊരു സാധനമല്ലേ ഈ പറയുന്ന വ്യക്തിക്ക് എന്ത് അടിസ്ഥാനം? അത് മനുഷ്യത്വരഹിതമല്ലേ? പുള്ളിക്കാരത്തി പറയുന്നത് ഹണിയുടെ വസ്ത്രധാരണത്തിലാണ് പ്രശ്നം. കോടതി പറഞ്ഞ കാര്യങ്ങളൊന്നും പുള്ളിക്കാരത്തിക്ക് അറിയേണ്ട ആവശ്യമില്ല. ആരെന്ത് പറഞ്ഞാലും ബോച്ച തെറ്റ് ചെയ്തിട്ടില്ല, ക്ഷമിക്കാവുന്ന തെറ്റല്ലേ ചെയ്തിട്ടുള്ളൂ.
പിന്നെ ബോച്ചെ സൗദി കിടക്കുന്ന ആൾക്ക് വേണ്ടി പണം സംഭരിച്ച് കൊണ്ടേ കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നീട് അയാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ തെറ്റിൽ നിന്ന് അയാളെ മോചിപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ രാജ്യത്ത് ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന അനുസരിച്ച് പറ്റേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ബോച്ചെ അകത്ത് കിടന്നില്ലേ, പിന്നീടല്ലേ ജാമ്യം കിട്ടിയത്. അല്ലാതെ അങ്ങ് ചെന്നപ്പം ബോച്ചെ നീ എടുക്കണം, നീ ചെയ്തേക്കാൻ നന്നായി, പൊക്കോ എന്നല്ല ഹൈക്കോടതി പറഞ്ഞു വിട്ടാൽ. ഇനി നിങ്ങൾക്ക് ഹൈക്കോടതി പറഞ്ഞതിൻ്റെ അകത്ത് വിമർശനം ഉണ്ടെങ്കിൽ നിങ്ങൾ സുപ്രീം കോടതി പോവുക. ഞങ്ങളുടെ ബോച്ചയോട് ഹൈക്കോടതിയും മീഡിയാസും ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സുപ്രീം കോടതി പോവുക. സഹോദരി ഇവിടെ തന്നെ നിൽക്കുകയാണ്, ഞങ്ങളുടെ ബോച്ചെ അങ്ങനെ ചെയ്തില്ല, ഹണി റോസ് ഇങ്ങനെയാണ്, ഹണി റോസ് കോടതിയാണ് എന്ന് പൂർണ്ണമായിട്ടും ജനത്തിനതൊക്കെ മനസ്സിലായി. ഇനി മനസ്സിലാകാത്ത ബോബി ഫാൻസ് എന്നും ബോബിയുടെ ആരാധകരെന്നും ബോബിയുടെ ഫിജിക്കായിട്ടുള്ള മെമ്പേഴ്സ് ആണോ നിങ്ങൾ, എനിക്കറിയത്തില്ല. ബോബിയുടെ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണോ നിങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു PR ആയിരിക്കും. നല്ലൊരു PR പുള്ളി സോഷ്യൽ മീഡിയയിൽ ചെയ്തിട്ടുണ്ട്. ആ കൂടെ തന്നെ അതുപോലൊരു PR ആണോ നിങ്ങൾ. ആദ്യം പറഞ്ഞ പുള്ളിക്കാരത്തിയുടെയൊക്കെ പാളിപ്പോയി. ഇത് അത്യാവശ്യം ബോൾഡായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ കാര്യങ്ങൾ പറയുന്നത് വ്യക്തതയില്ല. രാഹുൽ ഈശ്വരനുള്ള പ്രശ്നം എന്താണോ ആ പ്രശ്നം കാര്യങ്ങൾ ഇപ്പം മനസ്സിലാക്കിയിട്ടും മനസ്സിലാകാത്തതായിട്ട് നടിക്കുന്നതാണോ നടത്തില്ല. ഏതായാലും അഭിനയത്തിൽ ഈ പുള്ളിക്കാരത്തേക്കാണ് ഞാൻ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുകയുള്ളൂ. ഒക്കെയുള്ള സഹോദരിമാരൊക്കെ ആദ്യം കണ്ട പുള്ളിക്കാരത്തേക്ക് വളരെ പൂർ പെർഫോമൻസ്, ഈ പെർഫോമൻസ് പെർഫെക്റ്റ്. ഇതുപോലൊരു 10-25 ഇറക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബോബി ചെമ്മണ്ണൂരിന് സ്റ്റാൻഡേർഡ് കിട്ടുമായിരുന്നു. കൺവിൻസിങ് ആണ്. ഇതൊന്നും കോടതിയുടെ മുമ്പ് നടക്കില്ല, അഡ്വക്കേറ്റുമാരുടെ മുമ്പിൽ നടക്കില്ല. സാധാരണക്കാരായ ആൾക്കാർ നോക്കുമ്പോൾ എന്ന് വെച്ചോളൂ. ഈ ബോച്ചയുടെ പിന്നാലെ ലക്ഷം പിന്നാലെ എന്നൊക്കെ പറഞ്ഞിട്ട് 1000 പോലും തികഞ്ഞ് അവിടെ വരാനില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കൂടെ. ലക്ഷം ജനം ഇങ്ങനെ നിൽക്കുകയാണ്. ലക്ഷം അങ്ങേറ്റം 100 തികയ്ക്കാൻ അതിൻ്റെത്തില്ല. ഇനി നമുക്ക് ബോച്ച ഒരു അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്, പഴയ അഡ്വർടൈസ്മെൻ്റ് ആണ്. അവിടെ തന്നെ പുള്ളിയുടെ ഡബിൾ മീനിങ് കാണാം. ഒന്ന് കണ്ടു നോക്ക്, പഴയ വരച്ച് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ തിയേറ്ററിലൊക്കെ പണ്ട് കണ്ടിട്ടുണ്ടായിരിക്കും. കടഞ്ഞെടുത്ത പോലെ ഈ മിനുമിനുപ്പ് കണ്ട ശരിക്കും ചുംബിക്കാൻ തോന്നും. ഗോൾഡ് ചെമ്മണ്ണൂരാ? അതെ, ചെമ്മണ്ണൂർ ഫാഷൻ ജുവലേഴ്സ്. എങ്ങനെ മനസ്സിലായി? എന്റെ പൊന്നല്ലേ. പുള്ളിയുടെ എല്ലാ കഴിവുകളും പുള്ളിയുടെ പ്രകടമാക്കിയിട്ടുണ്ട്. ഒന്നേ പുള്ളിയായിരിക്കും തിരക്കഥ എഴുതിയിട്ടുണ്ട്. ഞാൻ തിയേറ്ററിൽ വെച്ചിട്ട് കാണുമ്പോൾ ആലോചിച്ചത് എന്താണ് ഈ പരസ്യത്തിൻ്റെ അകത്ത് ഇങ്ങനൊരു ഡബിൾ മീനിങ് യൂസ്. അന്ന് പണ്ട് കണ്ടപ്പോൾ നോക്കുന്നുണ്ട്. ബോബി നിങ്ങൾ വളരെ ടാലന്റാണ്. ബോച്ചപ്പെടുത്താൻ വേണ്ടി കാശ് മനസ്സിലാക്കാൻ സ്ത്രീ സമൂഹത്തിന് ഒന്നടങ്കം വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ തിരിച്ച് ഹണി റോസിനോ മാത്രം വേണ്ടി ഞങ്ങൾ സ്ത്രീകളെല്ലാം കൂടി യുദ്ധം ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങളൊക്കെ എവിടുന്ന വരുന്നത്? ഞങ്ങൾ പല ജില്ലക്കാരാണ്. തിരുവനന്തപുരം ഉണ്ട്, കൊല്ലമുണ്ട്, വയനാടുണ്ട്, അതുപോലെ തമിഴ്നാട്ടിൽ കർണാടകയിൽ പോലും ആൾക്കാർ വന്നിട്ടുണ്ട് ബോച്ചയ്ക്ക് വേണ്ടി. പറയാനുള്ളത് ഹണി റോസിന് ശിക്ഷ കൊടുക്കണം. അവൾ ആദ്യം ഇതെല്ലാം കേട്ട് കൂടെ നിന്ന് ചിരിച്ചുകൊണ്ട് പിന്നെ 4 മാസം കഴിഞ്ഞിട്ട് എന്തിനു ശിക്ഷയായിട്ട് വന്നു? 4 മാസം കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് വിവരം വെച്ചത്. അവൾക്ക് അങ്ങനെ വിവരം ഉണ്ടെങ്കിൽ അത് ആ നിമിഷം പ്രതികരിക്കണമായിരുന്നു. ഇതിന് കൂട്ടുനിന്ന കോടതി, മന്ത്രിസഭ എല്ലാവർക്കും ശിക്ഷ കൊടുക്കണം. ശ്രീ ഹണി റോസിന്റെ വസ്ത്രധാരണം തികച്ചും മോശമായ രീതിയിലുള്ള വസ്ത്രധാരണമാണ്. ഓക്കെ, ഞങ്ങൾക്കെല്ലാം അപമാനമാണ്. ഞങ്ങൾക്ക് അപമാനമാണ്, സ്ത്രീകൾ കൂടി അപമാനമാണ്. അവര് പ്രദർശനത്തിനായിട്ട് വന്നിട്ടല്ലേ ഈ പറയുന്ന നിങ്ങളുമുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെയും വ്യക്തിഗതത്തിൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. വ്യക്തിഗത അഭിപ്രായമുണ്ട്. വസ്ത്രം ഏതും ധരിക്കാം, പക്ഷെ അന്നേരം വരുന്ന പ്രകോപനങ്ങളെ എതിർക്കാൻ ഈ ചെവി കൂടെ ആ ചെവി കളയാനും പഠിക്കണം. എന്ത് തുണി ഇട്ടോണ്ട് ഇറങ്ങിയിട്ട് പിന്നെ അതിനെ പ്രതിരോധിച്ചു, അതിനെ ആണുങ്ങൾ കുറ്റം പറഞ്ഞു, അതിനെപ്പറ്റി പ്രശ്നം ഉണ്ടാക്കിയെന്നൊന്നും പറയില്ല. വസ്ത്രത്തെ കുറിച്ചല്ലല്ലോ പറഞ്ഞേ, വസ്ത്രത്തെ കുറിച്ചല്ലോ പറഞ്ഞേ. വസ്ത്ര സ്വാതന്ത്ര്യം സ്ത്രീകൾക്കാണെങ്കിലും അദ്ദേഹം പറഞ്ഞാൽ തെറ്റില്ല ഉണ്ട്. പക്ഷെങ്കിൽ അത് ഇട്ടോണ്ട് ഇറങ്ങുന്നവർ ഓർക്കണം, ഇതിനെ സമൂഹമാണ് കാണുന്നതെന്ന്. അതിനെതിരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അത് അതുപോലെ പറയാനോട് പറയണോ? പലതരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതുകൊണ്ടാണോ സ്ത്രീകൾക്ക് നേരെ അതിക്രമം ഉണ്ടാകുന്നത്? അതൊരിക്കലും ഞാൻ അങ്ങനൊന്നും പറയത്തൊന്നുമില്ല. സ്ത്രീകൾ അങ്ങനെ വസ്ത്രം ധരിക്കുന്നതിനെ പറ്റി ഏത് വസ്ത്രം ധരിക്കുന്നതിൽ എനിക്ക് യാതൊരു എതിർപ്പുള്ളതല്ല. അവരവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടാം. പക്ഷെ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് സമൂഹത്തിലോട്ട് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന അധിക്ഷേപങ്ങളെ, മറ്റുള്ള കാര്യങ്ങളെ അത് അതേപോലെ ആ മൈൻഡിൽ എടുത്ത് കളയാനുള്ള ഒരു വിവേകം കൂടെ ഈ ഇട്ടോണ്ടിറങ്ങുന്ന സ്ത്രീക്ക് ഉണ്ടായിരിക്കണം. അത് പറയുന്ന ആള് ചിന്തിക്കണ്ടേ? ഇങ്ങനെ ഒരു വസ്ത്രം ധരിച്ചു വിചാരിച്ച ഒരാളെ പറ്റി ഇങ്ങനെ പറയാൻ പാടുണ്ടോ? ഒരു വസ്ത്രം ഞാൻ പറഞ്ഞില്ലയോ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു സ്ത്രീ എന്നല്ല ഞാൻ പറഞ്ഞത്, സമൂഹത്തിലുള്ള ഏത്
ഏത് വസ്ത്രം വേണമെങ്കിലും ഏത് സ്ത്രീക്ക് വേണമെങ്കിലും ധരിക്കാവുന്ന. അതേപോലെ ഈ രാഹുൽ ഈശ്വറിന്റെ ആ ഒരു പുള്ളിക്കാരത്തി ആ സൈഡിൽ നിന്ന് ഭരണകൂടത്തിനും ശിക്ഷ കോടതിക്കും ശിക്ഷ കൊടുക്കണം എന്നാണ് ഇരിക്കുന്നത്. എന്തിനാ ബോച്ചെ ബെയിൽ കൊടുക്കാതെ അകത്തിട്ടേന്. പ്രതികരിക്കണമായിരുന്നു. ഇതിന് കൂട്ടുനിന്ന കോടതി, മന്ത്രിസഭ എല്ലാവർക്കും ശിക്ഷ കൊടുക്കണം. ഒരു മടിയില്ലാതെ ഇങ്ങനെ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കും. ഉറക്കപ്പിച്ചി എന്നൊക്കെ ഇതിന്റെ നമ്മള് കൊച്ചിലൊക്കെ പിള്ളേരൊക്കെ ഉറക്കപ്പിച്ചി എന്തൊക്കെയോ പറയുന്നത്. അതുപോലെ പറയുന്നതിൻ്റെ അകത്തൊരു വിവരബോധം വരും. ഈ ബോബി ചെമ്മണ്ണൂരിന്റെ അണ്ടറിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അദ്ദേഹം പെട്ട് മുമ്പോട്ട് ജീവിക്കണമെങ്കിൽ അരി മേടിക്കണമല്ലോ. എല്ലാവരും അരി മേടിക്കാൻ വേണ്ടിയാണല്ലോ. അപ്പം അരി മേടിക്കണമെന്ന് അരി തരുന്ന അന്നദാതാവാണല്ലോ പുള്ളി. തമിഴ്നാട്ടിലും കർണാടകയിൽ നിന്നും വരെ ഉണ്ട്. ഓൾ കേരള അല്ല, ഓൾ ഇന്ത്യ ബോബി ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ. ബോബി ഫാൻസ് വെൽഫെയർ അസോസിയേഷന്റെ ഹെഡ് ആരാണ്? രാഹുൽ ഈശ്വർ. ഇക്കാലം ഇരകളുടെ കൂട്ടുകാരൻ. രാഹുൽ ഈശ്വരനൊക്കെ ലാസ്റ്റ് മാറ്റിപ്പോയിട്ടുണ്ട്. ലാസ്റ്റ് കാണാം. അദ്ദേഹം ഞങ്ങളുടെയൊക്കെ കൺമുൻപിൽ അദ്ദേഹം കാണപ്പെട്ട ഒരു ദൈവത്തെ പോലെ ഞങ്ങൾ കാണുന്ന ആളാണ്. കാരണം എത്രയോ ആളുകളുടെ ജീവിതത്തിൽ വരുമാന മാർഗമായി മാറിയിരിക്കുന്ന ഒരു വ്യക്തി. എത്രയോ ആളുകളുടെ ജീവിതം ഇന്ന് കരിപ്പിടിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് മേഖലകൾ തുറന്നു കൊടുത്ത ഒരു വ്യക്തി. അതിലുപരി അദ്ദേഹം ചെയ്ത നന്മകൾ ഒരുപക്ഷെ നിങ്ങൾ മീഡിയാസ് ഇന്ന് ഇവിടെ കൊട്ടിഘോഷിക്കുന്നുണ്ട്. അദ്ദേഹം തെറ്റ് ചെയ്തു. അത് പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഓരോ ആളുകളുടെയും പോയിന്റ് ഓഫ് വ്യൂ ആണ്. എന്ത് കാരണമാണോ അതിനെക്കുറിച്ച് ചിന്തിക്കണം അല്ലേ? ഇപ്പം കോടതി പറയുന്നത് കോടതിയുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ദൈവമാണെന്ന് വെച്ചുകൊണ്ട് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റില്ലേ? ഇവർക്ക് അദ്ദേഹം ദൈവമാണ്, കോടതിക്കും അദ്ദേഹം ആകണോ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് അദ്ദേഹം തൊഴിൽ കൊടുക്കുന്നുണ്ടായിരിക്കും, അദ്ദേഹം പല സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ടായിരിക്കും എന്ന് വെച്ചുകൊണ്ട് അദ്ദേഹം തെറ്റ് ചെയ്താൽ, അത് ബോബി എന്നല്ല, ആര് തെറ്റ് ചെയ്താലും കോടതിയുടെ മുമ്പിൽ അത് തെറ്റാണ്. കാരണം ഭരണഘടന നമുക്ക് തന്നിരിക്കുന്ന ചില ഫ്രീഡംസ് ഉണ്ട്, അതെല്ലാവർക്കും ബാധകമാണ്. അത് വയലേറ്റ് ചെയ്യാൻ വന്നവൻ അതാരാണ്? എക്സ് ഓർ വൈ, അവർക്കെതിരെ കോടതി ശിക്ഷ വെക്കും. ഇപ്പോൾ ബോബിയെ സംബന്ധിച്ച് കുന്തി ദേവി എന്നുള്ള പരാമർശം എന്ന് പറഞ്ഞ ആൾക്ക് ഇവരെല്ലായിടത്തും അതാ പറയുന്നത്. പക്ഷേ അതിന് മുമ്പേ ഈ ബോബി ഒരു 10-25 വർഷമായിട്ട് ബോബി പറഞ്ഞു പോകുന്ന ചില കാര്യമുണ്ട്. സോഷ്യൽ മീഡിയ വന്നപ്പോഴാണ് ബോബിയുടെ ഡബിൾ മീനിങ് പുറത്തോട്ട്. അതിന് മുമ്പ് പുള്ളി പറഞ്ഞുകൊണ്ട് നമ്മൾ അറിയുന്നില്ലായിരുന്നു. ഹണി റോസിൻ്റെ കാര്യത്തിൽ എല്ലാവരും പറയേണ്ടത് അപ്പം പറയണമായിരുന്നു. 3-4 മാസം കഴിഞ്ഞിട്ടില്ല. ഹണി റോസ് ഇത് നേരത്തെ തന്നെ പറഞ്ഞു, വാണിംഗ് കൊടുത്തിരുന്നു. വാണിംഗ് കൊടുത്തിട്ട് ഏക്കാതെ വന്നപ്പോഴാണ് പുള്ളിക്കടുത്ത് വീണ്ടും പോസ്റ്റ് ഇട്ടപ്പം ബോബിയുടെ ആരാധകർ എന്ന് പറയുന്നത്, അല്ലെ ഫാൻസ് എന്ന് പറയുന്നവർ അവിടെ കൊണ്ട് കമൻറ്റ് ഇട്ടപ്പോഴാണ് തൂപ്പാണത്തിനെതിരെ കേസ് ഫയൽ ചെയ്തത്. അപ്പം ഹണി റോസ് അത് 4-5 മാസം കഴിഞ്ഞല്ല പറയുന്നത്, ഇത് വാണിംഗ് 1-2 തവണ കഴിഞ്ഞതിന് ശേഷമാണ്. പക്ഷേ ഇതൊന്നും അറിയാൻ മേലാതെ ഇവിടെ വന്ന് അത് നേരത്തെ പറയണമായിരുന്നു. ഒന്നെന്നുണ്ടെങ്കിൽ എല്ലാം പഠിച്ചിട്ട് വരിക, അല്ലെ ആരല്ലേ ഇതിനെക്കുറിച്ച് പറയുന്നവരുണ്ട്, അവർ പറയുന്ന മീഡിയയിലൊക്കെ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവമായിട്ട് കാണുവാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അരി മേടിക്കേണ്ട കേസല്ലേ പറഞ്ഞു. കോടതി പറഞ്ഞത് കോടതിയുടെ പോയിന്റ് ഓഫ് വ്യൂ, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ. ഈ അടിമ മനോഭാവമാണ് നമ്മുടെ ഇവിടുത്തെ ജനത. ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നത്, നിങ്ങൾ പൈസ മേടിച്ചിട്ടില്ല ജോലി ചെയ്ത്, ഇനി ഫ്രീ ആയിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. അവിടെ ഇവരൊക്കെ വെറുതെ ചെന്ന് ചുമ്മാ വന്നിട്ട് പൈസ ചോദിക്കുമ്പോൾ ഇങ്ങനെ ബോബി ചെമ്മണ്ണൂർ കയ്യിലോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിമ മനോഭാവമുണ്ട്. നമ്മുടെ ഇവിടെ തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നം. അപ്പം 500, 1000, 2000 ആരെല്ലാം തരുവാണെങ്കിൽ അവരുടെ അടിമയായിട്ട് നമ്മൾ ഒന്നെന്നുണ്ടെങ്കിൽ നമ്മൾ ആരാധകനായിരിക്കും, അല്ലെ ഭക്തനായിരിക്കും, അല്ലെ അണിയായിരിക്കും. ഈ ഒരു 3 വിഭാഗത്തിൽപ്പെട്ട ആളാകണം എന്നാണ് നമ്മുടെ നാട്ടിലുള്ള പ്രസൻ്റുള്ള യുവാക്കൾ ആഗ്രഹിക്കുന്നത്. കാരണം ഈ 3 മേഖലയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജോലി ഓപ്പർച്യൂണിറ്റി. ആരാധകർ, ഭക്തർ, അണികൾ, ഈ 3 മേഖല. ബാക്കിയുള്ളവരൊക്കെ നാട് വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒരു മീഡിയ ആണല്ലോ മൂവി. ഈ മൂവിയിൽ ഈ സിനിമാ നടന്മാർ അഭിനയിക്കുന്ന തിരക്കഥകൾ എഴുതി വെക്കുന്ന കാരണം ദ്വയാർത്ഥമുള്ളതല്ലേ? ഈ ഫാമിലിയായിട്ട് പോയിരുന്ന് കാണുന്നത് എത്രയോ കുടുംബങ്ങളിൽ മക്കൾ പറയുന്നില്ലേ? ഒരു സിനിമയും ജീവിതവും തമ്മിലാണ് അദ്ദേഹം കമ്പാരിസൺ ചെയ്യുന്നത്. ഇയാൾക്ക് അന്ന് അത്രയും ബുദ്ധിമുട്ട് ചെയ്യാൻ എന്തിനാ തിയേറ്ററിൽ പോയി പടം കാണാൻ, TV വരുമ്പോൾ കഴിഞ്ഞാൽ അതിൽ കാര്യം ചെയ്യുക, ആ സിനിമയെ തിരക്കഥാകൃത്തിനെതിരെ കേസ് കൊടുക്കുക. ഈ തിരക്കഥ ശരിയല്ല, ജനത്തെ വഴിതെറ്റിക്കുകയാണ്. അത് മസ്റ്റായിട്ടും ഇനിയും സമയമുണ്ട് പോയി കേസ് കൊടുക്കുക, മസ്റ്റായിട്ടും ചെയ്യണം. എന്ത് പറയണം, ഞങ്ങളുടെ ബോച്ച് ചെയ്തതിലും ഭേദമാണ്. പൊതുവെ ഈ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന നന്മമരം, നമ്മുടെ സോഷ്യൽ മീഡിയ ഭാഷയെ പറയും നന്മമരം, അവർ ചെയ്ത് വരുമ്പോൾ അവരതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്ന ചില കള്ളത്തരങ്ങളുണ്ട്. അതിപ്പോൾ രാഷ്ട്രീയമാണെങ്കിലും സിനിമയാണെങ്കിലും മതമാണെങ്കിലും അവരുടെ കള്ളത്തരങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയോ അത് പിടിക്കുകയോ കോടതിയോ പോലീസോ അതിലോട്ട് കൈ കടത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ അണി എന്ന് പറയുന്നതും ആരാധകൻ എന്ന് പറയുന്നതും ഭക്തൻ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ജനത അങ്ങ് വയലൻ്റ് ആവുകയും അവരങ്ങ് എന്താ പറയുന്നത്, അവരെല്ലാം കൺട്രോൾ വിടും പോവുക. സോഷ്യൽ മീഡിയ അവർ PR വർക്കിന് ഇറങ്ങിയിട്ട് ഇവർ ഈ ഇതവ മേഖലകൾ കൊണ്ട് PR വർക്കും ചെയ്യും. അല്ലാത്ത സ്ഥലങ്ങളിൽ ഇവർ ജയ് വിളിക്കാൻ പോകും,
ഈ രണ്ടും മേഖല ഓൺലൈനിൽ നിൽക്കുമ്പോൾ PR ഒരു 500,000 ഒരു ദിവസം കിട്ടുക അത്ര നമ്മളൊരാളോട് 500 രൂപ തരാമെന്ന് ചോദിച്ചാൽ തരാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള പണി ചെയ്യുവാണെങ്കിൽ 500 രൂപ കുറയാതെ പോക്കറ്റ് വന്നിയാണ്. അപ്പം ഈ പൈസ കിട്ടുന്ന സമയം അവരെ ദൈവമാണ്. ആരാധന വഴിയാണെങ്കിലും ഭക്തത വഴിയാണെങ്കിലും അണിയായിട്ട് നിൽക്കുമ്പോഴാണെങ്കിലും അതാണ് അതിൻ്റെ പ്രത്യേകത. ജാമ്യം കിട്ടിയിട്ടും ഗോപി ചെമ്മണ്ണൂർ പുറത്ത് പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് വാർത്ത. അത് അദ്ദേഹത്തിൻ്റെ മാസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യം കിട്ടി പുള്ളിക്ക് പുറത്തു പുള്ളി എന്നാലും പുള്ളി പോയിട്ട് പുറത്തുനിന്ന് പുള്ളിക്ക് 4 ആളുടെ ഒരു പബ്ലിസിറ്റി കിട്ടണം. അവിടെ ഈ ഓൺലൈൻ മീഡിയ വന്നിട്ട് കാര്യമുണ്ടോ? മുഖ്യധാരാ മാധ്യമങ്ങളാണ്. പക്ഷേ അന്ന് മകരവിളക്കിൻ്റെ ദിവസമല്ലായിരുന്നു. അതുകൊണ്ട് മീഡിയസിനെല്ലാം അങ്ങോട്ട് കവറേജ് പോയി. അപ്പം പുള്ളി ആലോചിച്ചപ്പം ജയിൽ പുള്ളികളുടെ പ്രശ്നങ്ങൾ പഠിക്കാം, അതുവരെ എന്നിട്ട് നാളെ പോകാം. മാധ്യമങ്ങളുടെ മുമ്പിലെല്ലാം ശോഭ ചെയ്യും. ബോബി ചെമ്മണ്ണൂർ കോടതിയുടെ മുമ്പിൽ ചെന്നപ്പം ഇനി ഞാനൊരു തെറ്റ് ആവർത്തിക്കില്ല. ഇത് എൻ്റെ സത്യാവസ്ഥ. ഇതൊക്കെ കോടതി നടക്കുന്നു സാധാരണ ആൾക്കാർ അറിയുന്നില്ലല്ലോ. അത് കോടതി വന്നല്ല അറിയാൻ പറ്റുള്ളൂ. പുറത്ത് നിന്നുകൊണ്ട് കാണുന്ന കാഴ്ചയല്ല. അത് വ്യത്യാസമാണ്, രണ്ട് വ്യത്യാസമുണ്ട്. പക്ഷെ മീഡിയയുടെ മുമ്പിൽ ഞാൻ ദൂരം കൊടുത്തിട്ടില്ല എന്ന് പറയും. കോടതി മുമ്പിൽ നയമായിട്ട് കോടതി എടുത്ത് അങ്ങിട്ടേക്കും. പിന്നെ പോച്ചേക്ക് ഒരു അയ്യോ കൊടുക്കുന്നു അടക്കണത്തെ കിടന്ന് കൂടിയിട്ട് കാര്യമൊന്നുമില്ല. കോടതി പറഞ്ഞാൽ തന്നെയാണ്. കാരണം ഇത് ഇന്ത്യയാണ്. എന്തായാലും ഞങ്ങൾ പടക്കം പൊട്ടിക്കും. ഞങ്ങളുടെ തീരുമാനമാണ്. ഞങ്ങൾ പറഞ്ഞ് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഇതൊക്കെ ആരാണ്? ബോബി പാവാട ഫാൻസ്. ബോബി ചെമ്മണ്ണൂർ എന്തോ ഒരു വാക്ക് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ അർത്ഥത്തിൽ തന്നെയാണ് പറഞ്ഞത്. അതായത് നിങ്ങളാരും ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലല്ല. പിന്നെ ജയ് വിളിക്കാൻ വേറെ ആരും വരൂല കേട്ടോ, അതും കൂടി വിളിച്ചോ. സപ്പോർട്ട് ബോബിയുടെ കേരളത്തിലെ മുഖ്യ പ്രചാരകൻ ഈശ്വര രാഹുലാണ്. ഓക്കെ, അഭിപ്രായം രേഖപ്പെടുത്താം. ബോച്ചയെ കുറിച്ച് ഒരു കാര്യം, എനിക്ക് വ്യക്തിപരമായി ഇഷ്ടമുള്ള ഒരാളാണ് ബോച്ചെ. അല്ല, മൂപ്പര് എങ്ങനെയാണ് ആളുകളെ കയ്യിലെടുക്കുക? അതായത് കുറച്ചൊന്ന് സെക്ഷുവലി ടിറ്റിലേറ്റ് ചെയ്ത് ആൾക്കാരൊന്ന് കൈയടിക്കട്ടെ, ആൾക്കാരെല്ലാം ഒന്ന് കൂകി വിളിക്കട്ടെ എന്നൊക്കെ ഉള്ള ആഗ്രഹത്തിലാണ് പറഞ്ഞത്. അതിന് മലയാളത്തിൽ നാട്ടുകാർ പറയുന്ന പേരാണ് ഈശ്വര ദ്വയാർത്ഥ പ്രയോഗം. അദ്ദേഹത്തിന്റെ ദ്വയാർത്ഥ പ്രയോഗം കൊണ്ട് ബോച്ചെ ഇതേവരെ നമ്മുടെ നാടിന് ചെയ്ത, ജനങ്ങൾക്ക് ചെയ്ത വലിയ സേവനങ്ങളെയും മറക്കരുത്. അദ്ദേഹത്തിന്റെ സേവനങ്ങൾ കൊണ്ട് അദ്ദേഹം നടത്തിയ ദ്വയാർത്ഥ പ്രയോഗങ്ങളും മറക്കരുത്. അദ്ദേഹത്തിൻ്റെ സേവനം കൊണ്ട് അദ്ദേഹം ചെയ്ത ദ്വയാർത്ഥ പ്രയോഗം മറക്കില്ല. രാഹുൽ ഈശ്വർ പറഞ്ഞു വരുന്നതും നന്മപരമായ മനുഷ്യരാണെന്നുണ്ടെങ്കിൽ അവർ എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ അതങ്ങ് ക്ഷമിച്ചേക്കണം. വിശാല മനസ്കരായ ആശാരയുടെ കാല് തല്ലി പിടിച്ച ഗോപാലകൃഷ്ണനോട് ക്ഷമിച്ചിരിക്കുന്നു. അതുപോലെ എല്ലാവരും ഇങ്ങനെയുള്ള ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്ന കോടീശ്വരന്മാരോട് ക്ഷമിക്കണം. അല്ല, എന്താണ് നിങ്ങൾക്ക് ഇവിടെ കാര്യം? ഞാൻ ശരിയെന്നും സത്യമെന്നും വിശ്വസിക്കുന്ന കാര്യങ്ങളുടെ പേരിൽ ജയിലിൽ പോകാൻ എനിക്ക് യാതൊരു മടിയില്ല. അല്ല, പിന്നെന്തിനാ നിങ്ങൾ മുൻകൂർ ജാമ്യം തേടിയിട്ട് കോടതി പോയിന്? ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന ബോധ്യം കേരള സമൂഹത്തിനുള്ളതുകൊണ്ടാണ്. അല്ല, എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ബോബി സപ്പോർട്ടർ ആകുന്നത്? നിങ്ങളുടെ അടക്കമുള്ള ചാനലുകളുടെ താഴെ നോക്കിയാൽ അതിന്റെ താഴെയുള്ള 10,000 കമന്റ് എടുത്തു നോക്കുക. 1-2 കമന്റ് ഒഴിച്ച് 99.99% ഇതിനെ അംഗീകരിക്കലാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾ. ബെസ്റ്റ്. ഓ, അപ്പൊ കമന്റ് നോക്കിയിട്ട് കാര്യം തീരുമാനിച്ചാണ്. ബെസ്റ്റ്. ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്, അല്ലെങ്കിൽ കളരിയുടെ പുറത്ത്. എന്താ പടക്കാറ്റം പൊട്ടിയോ? ഒരൊച്ച കേട്ടെ. പടക്കം പൊട്ടിക്കും. പടക്കം പൊട്ടിക്കാൻ തന്നെയാ. ഇത് ചെറിയ ഓലപ്പടക്കമാണ്. ഇവര് പൊട്ടിക്കും. ഇന്നലെ അനുവാദം തന്നാണ്. ഇതെന്തെന്ന് സംഘടന? ഓൾ കേരള മെൻസ് അസോസിയേഷൻ നീതിക്കായിട്ടുള്ള പുരുഷന്മാരുടെ സംഘടനയാണ്. അയ്യോ പോട്ടെ. പെട്ടെന്ന് തന്നെ നീതി കിട്ടട്ടെ. അല്ല, ബോബി ജയിലിൽ കിടക്ക എന്താണ് നിങ്ങൾ കാണുന്ന കാരണം? അദ്ദേഹത്തെ ഈ ഒരു സ്ത്രീ മനഃപൂർവ്വം കൊടുക്കുക, ഹണി ട്രാപ്പിൽ പെടുത്തിയതാണ്. ഹണി റോസ് മെൻസ് അസോസിയേഷന് ഹണി ട്രാപ്പിനെ കുറിച്ചിട്ടൊക്കെ നല്ല ധാരണയാ. അതൊന്നുമല്ല, ഞങ്ങൾ ഇത് പൊട്ടിച്ചിരിക്കും. പൊട്ടിക്കും, ഉറപ്പല്ലേ? പൊട്ടിക്കാനുള്ള സമയം തരും. പൊട്ടിക്കാൻ പോലീസും റെഡിയാണ്. അങ്ങനെ ജയിലിൽ ഞങ്ങൾ സ്വീകരിച്ചോളാം. മെൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറിയൊക്കെ മുന്നേ കുറച്ചുകൂടെ വിവരബോധമൊക്കെ ഉള്ള ആരെല്ലൊക്കെ ഈ തസ്തികയിലോട്ട് ഇരുത്തിക്കൂടെ? ഇത് ഒരുമാതിരി എനിക്ക് തോന്നുന്നു ഇവരിപ്പം ബോബി ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി ആയെന്ന് എനിക്ക് തോന്നുന്നു. രാഹുലീസിനെ ഇതിനെ മോണിറ്റർ ചെയ്യുന്ന ഹെഡ് പുള്ളി ഇരകളുടെ കൂട്ടുകാരനാണ്. ഇരകൾക്ക് വേണ്ടി മാത്രം വാദം പറയുന്ന ഈ കാലം അവരുടെ സുഹൃത്ത് ശ്രീ രാഹുൽ ഈശ്വർ. ഇവരാരാണ്? ഇത് പ്രസിഡന്റ്.
ഈ സംഘടനയുടെ ഒരു സവിശേഷത എന്താന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള നാറ്റക്കേസുകളെല്ലാം ഏറ്റെടുക്കും. ഞങ്ങൾക്ക് ഇത് പൊട്ടിക്കണം. അല്ല പൊട്ടിക്കുവോ? സ്ഥലകാല ബോധമില്ലാത്തവരെ എന്നൊക്കെ കേട്ടിട്ടല്ലേ ഉള്ളൂ. സാറേ ഇത് ചെറിയ ഓലപ്പട, ഇത് ചൈനീസ് പടക്കമാ. ഇതായിട്ട് വലിയ ബോംബൊന്നും അല്ല ഇത്. എന്നാ പിന്നെ നിങ്ങൾ ഈ ഓലപ്പടക്കോ വീടിന്റെ അടുക്കളന്റെ ഉള്ളിൽ നിന്ന് പൊട്ടിക്കുവോ? ഇല്ലല്ലോ. ദീപാവലിക്ക് ഗുണ്ട് പൊട്ടിക്കുന്നത് ഇല്ലല്ലോ. എല്ലാ സമയത്തും പടക്കം പൊട്ടിക്കാൻ അനുവാദമില്ല. ആരോട് എന്തിനു പറയുന്നു സാറേ? ഒരു ഓലപ്പടക്കം പൊട്ടിക്കുന്നത് എന്താണ് തെറ്റ്? അതും പാവം ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി. ഒരു ഓലപ്പടക്കം പൊട്ടിക്കുന്നത് എന്ത് തെറ്റ്? അതും പാവമായ ബോബി ചെമ്മണ്ണൂർ. ഇവരെല്ലാം കൂടി ഈ ബോബി ചെമ്മണ്ണൂരിനെ നാറ്റിക്കുവാണ്. എൻ്റെ പൊന്നനിയ, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കാം, നിങ്ങൾ മെൻസ് പുരുഷന്മാരുടെ വെൽഫെയറിന് വേണ്ടി ബോബി ചെമ്മണ്ണൂരിൻ്റെ കൂട്ടുകൂടി ഈ ബോബി ചെമ്മണ്ണൂരിനെ മൊത്തത്തിൽ നശിപ്പിക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? ബോബിക്ക് വേണ്ടി ഒരു ഓലപ്പടക്കം, അതാണ് ഇപ്പൊ ഇവരെ പ്രൊജക്ട്. ജയിലിൽ കിടക്കാനാണോ പ്ലാന്? എന്നാ ഒന്ന് കുറച്ചും കൂടി പെർഫോമൻസ് ഉഷാറാക്കെ. ജയില് പോലെ ഒരു സുരക്ഷിത മേഖലയിൽ ആരെങ്കിലും പടക്കം പൊട്ടിക്കും? പൊട്ടുന്നതിന്റെ വക്കിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. മിക്കവാറും പൊട്ടും. അന്ന് അങ്ങ് പൊട്ടിക്ക് പ്ലീസ്. ഒന്ന് അറസ്റ്റ് ചെയ്യൂ. ഓക്കെ, അറസ്റ്റ് ചെയ്തു. ഇനി പ്രതിഷേധിച്ചോ? പ്രതിഷേധിക്കുകയാണ്. എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. കേരള മെൻസ് അസോസിയേഷൻ സെക്രട്ടറിയാണ് ഞാൻ. ഞങ്ങൾ രണ്ടും ഉണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ട് ഇവിടെ ഞങ്ങൾ നടത്തിയിരിക്കും. അത് ഓക്കെ, നടത്തും. പ്രസിഡന്റിനെ കൊണ്ടുപോയി വെറുതെ ഇരുന്ന പോലീസുകാരോട് ഞങ്ങളെ അറസ്റ്റ് ചെയ്യുന്ന അവസരം അവരെ പിടിച്ചോണ്ട് പോവുകയും ചെയ്ത്. പ്രസിഡന്റിനെ കൊണ്ട് ഇനി സെക്രട്ടറിയാണ് ഉള്ളത്. സെക്രട്ടറി ആണെങ്കിലും മതിയില്ല പടക്കം പൊട്ടിക്കാൻ. പ്രസിഡന്റ് പോയാലെന്താ കുഴപ്പം? സെക്രട്ടറി പൊട്ടാതിരിക്കുമോ? ആളെയും പൊട്ടിക്കളിയോ? പ്രതിഷേധിക്കാൻ വേണ്ടി വന്നത് പ്രസിഡന്റും സെക്രട്ടറിയും കൂടി. കുറച്ച് കഴിഞ്ഞപ്പോ പ്രസിഡന്റിനെ കാണാനില്ല. പ്രസിഡന്റിനെ കൊണ്ടുപോയി. അറിഞ്ഞില്ലേ? അദ്ദേഹം ഇപ്പോ ഏകദേശം സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടോ? അത് തന്നെയല്ല, പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ പടക്കം പൊട്ടിക്കാവോ? അങ്ങനെ ജയിലിലായ ബോബിക്ക് കോടതി ജാമ്യം അനുവദിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നു. ജാമ്യം കിട്ടി, ഓർഡറും കൊടുത്തു കോടതി. പക്ഷെ ബോബി ഇറങ്ങിയില്ല. കാരണം മീഡിയ അറ്റൻഷൻ കുറഞ്ഞു പോവോ എന്നുള്ള പേടി. അല്ല, അതെന്താ ഇറങ്ങാൻ? ഞങ്ങള് ജാമ്യം കിട്ടിയിട്ട് 5000 10,000 ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ്. അങ്ങനെ 10-26 പേര് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം. അല്ലാതെ മീഡിയ അറ്റൻഷന് വേണ്ടിയിട്ടൊന്നല്ല കേട്ടോ. അതിനുള്ള ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നുള്ളൂ. കോടതി എടുത്തിട്ട് നല്ലോണം കുടഞ്ഞ് വരുമെന്ന് പറയുകയുണ്ടെങ്കിലും ഇന്നലെ ഉണ്ടായില്ല. പിന്നീട് അറിഞ്ഞത് എന്തോ ടെക്നിക്കൽ പ്രോബ്ലം ആണെന്നുള്ളതാണ്. ഇന്ന് കാലത്താണ് ഇറങ്ങാൻ സാധിച്ചത്. പണത്തിന് മീതെ പരുന്ത് പറക്കൂല, പക്ഷെ കോടതി പറക്കുന്ന ബോബിക്ക് പിടികിട്ടി. പക്ഷേ അയാൾ കോടതിയെ വെല്ലുവിളിക്കുകയാണ്. ഇത് അനുവദിക്കാൻ പറ്റില്ല എന്നാണ് കോടതി ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആക്ട് ചെയ്തോ, പക്ഷെ ഓവറാക്കി ചളമാക്കരുതെന്ന് കോടതി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും നാടകം കളിക്കുക എന്നുള്ള അങ്ങനെയൊന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. അല്ല, എന്താണ് ജയിലിനുള്ളിലെ പ്രധാനപ്പെട്ട അനുഭവം? ഞാൻ ചെന്നപ്പോൾ എൻ്റെ റൂമിൽ തന്നെ ഒരാൾക്ക് എടുക്കുന്നുണ്ട്. എന്താ ഓൻ ചെയ്ത കുറ്റോ? എന്തോ ഇതുപോലെ തന്നെ എന്തോ കമന്റ് ഇട്ടിട്ടുള്ളതാണ്. ഒരു ഇതില് കമന്റ് ഇട്ടിട്ട് എന്തോ മോശമായ. പുള്ളിക്ക് അവിടുന്ന് കമന്റോളീസിനെ കിട്ടി. ഇനി പുള്ളി കമന്റോളികൾക്ക് വേണ്ടി ശക്തമായി പ്രവർത്തിക്കാൻ പോവാണ്. ഡിയർ കമന്റോളീസ്, അപ്പൊ ഇങ്ങക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ സാറ് ജയിലിൽ നിന്ന് ഇറങ്ങുകയാണ്. അഭിനയിക്കാൻ വേണ്ടി വന്നവരെല്ലാം റെഡി ആയിരിക്കുക. അതാരാ തേങ്ങാ പിണ്ണാക്ക് എന്ന് വിളിച്ചത്? സ്വന്തം കക്ഷിയായ ബോബിയെ തേങ്ങാ പിണ്ണാക്ക് എന്ന് വിശേഷിപ്പിച്ചത് മൂപ്പര വക്കീൽ തന്നെ. പുള്ളിക്ക് വേണ്ടി വന്ന ആരാധകർ എന്ന് പറയുന്നവര് അവർക്ക് തേങ്ങ പിണ്ണാക്കമാ കഷ്ടാന്നല്ല വെച്ചേക്ക് വിളിച്ചു വരുത്തിയവര് നന്നല്ലവര്. നിങ്ങൾ പൈസ കൊടുത്തിട്ടാണെങ്കിലും വന്നില്ല. നിങ്ങളോട് അങ്ങനെ പെരുമാറണം. കുറച്ചുകൂടെ ഒക്കെ ഒരു മയത്തിൽ പെരുമാറാമായിരുന്നു. ഇനി എപ്പോഴാ ആവശ്യം വരുമെന്ന് പറയാൻ പറ്റില്ല. ഇനി ഇതുപോലെ ആർമി വേണ്ടേ? ആർമി വേണ്ട സമയത്ത് വീട് വരണ്ടേ?
പിന്നെ ഞങ്ങൾക്ക് സങ്കടമില്ലേ? ഈ നേരം വരെ നിന്നിട്ട് ഞങ്ങൾക്ക് സങ്കടം തന്നെയല്ലേ. ഇന്ന് കിട്ടത്തില്ല, ജാമ്യം കിട്ടത്തില്ലെന്നൊക്കെയാ പറയുന്നത്. ജാമ്യം കിട്ടിയില്ല, ഞങ്ങൾ ഇവിടെ നിൽക്കും. നാളെ ജാമ്യം കിട്ടത്തില്ല, നാളെ പുറത്തിറക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇറങ്ങും പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് എന്താ? നിങ്ങൾ ഈ ചാനൽ പിടിക്കണ്ട, നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കും. ഇറങ്ങുമ്പോ ഞങ്ങൾക്ക് എന്റെ പൊന്നു സഹോദരി, നിങ്ങൾ പൈസ മേടിച്ചല്ലേ, ആ ഒരു കമ്മിറ്റ്മെന്റ് അല്ലേ കാണിക്ക്. ഈ മീഡിയാസ് വന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്നും പറയല്ലോ. ഇതിപ്പം ഇവരെല്ലാം കൂടി ബോബി ചെമ്മണ്ണൂരിനെ നാറ്റിക്കുന്ന പ്രശ്നമാണ്. നമുക്ക് ബോച്ചെ തല കറങ്ങിയ വീണ ഒരു കഥയില്ലേ, ആ കഥ അത് അഭിഭാഷകൻ പറയുന്നുണ്ട്, അതൊന്ന് കേട്ടു നോക്കാം. കൂടി പോലീസുകാരുടെ കൂടി അദ്ദേഹത്തെ വേറെ റൂമിലേക്ക് കൊണ്ടുപോയി ഇപ്പോൾ അദ്ദേഹത്തിന് വെള്ളം കൊടുക്കുന്നു. ഒരു പക്ഷേ അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാനുള്ള സാഹചര്യമുണ്ട്. അവിടെ നാടകീയമായ ഒരു സംഭവം തന്നെയായിരുന്നു. കൊഴിഞ്ഞു വീഴുന്നു. സാധാരണ ഈ അടുത്തെങ്കും അങ്ങനെയൊന്നും ആരും കൊഴിഞ്ഞു വീണിട്ടൊന്നുമില്ലല്ലോ. ബോബി ചെമ്മണ്ണൂർ പോലെയുള്ള ഇത്രയും സ്ട്രോങ് ആയ ഒരാൾ പെട്ടെന്ന് തലകറങ്ങി വീഴുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ ഒരാള് തലകറങ്ങി വീഴുന്നെന്ന് പറയുമ്പോൾ നമുക്കത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എല്ലാവരുടെ കൂടെ ബോബി ഇങ്ങനെ നാറ്റിക്കാതെ ഒന്നുമില്ല. അതേ ഒരു പാവം ബിസിനസ്സുകാരനല്ലേ, എത്രയോ പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്, എത്രയോ പേര് അന്നദാതാവാണ്. ദയവ് ചെയ്ത് അദ്ദേഹത്തെ ഇങ്ങനെ നാറ്റിക്കില്ല നിങ്ങൾ. ഒരുപക്ഷെ നമ്മുടെ ഈ ഓഡിയൻസ് ആയിരിക്കുന്നതിൽ നിയമസാക്ഷരത വളരെ കുറഞ്ഞിട്ടുള്ള ആളുകൾ അടക്കമുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ രാഹുൽ അടക്കം പറയുന്ന നുണകൾ ഒരുപക്ഷെ അവരെ സ്വാധീനിക്കാൻ തയ്യാറുണ്ട്. അപ്പം അതുകൊണ്ടൊരു 3 കാര്യങ്ങൾ കൃത്യമായി ഞാൻ നിയമവശങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, പുരുഷൻ എന്ന് പറയുന്നത് ഏകദാനമായിട്ടുള്ള ഒരു കാര്യമല്ല. നോക്കൂ, മധു എന്ന ആദിവാസി കൊല്ലപ്പെടുന്ന സമയത്ത് ഇത്തരം പുരുഷ കേന്ദ്രീകൃതമായ വ്യവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാളെയും നമ്മൾ കാണുന്നില്ല. തെന്മലയിലെ രാജീവ് എന്ന് പറയുന്ന ആൾക്കെതിരെ പോലീസ് അതിക്രമം ഉണ്ടാകുമ്പോൾ ഇവരെ കാണുന്നില്ല. സഹദ് എന്ന് പറയുന്ന ട്രാൻസ്മാൻ പ്രസവിക്കുന്ന സമയത്ത് അയാൾക്കെതിരെ അതിക്രമം ഉണ്ടാകുമ്പോൾ ഇവരെ കാണുന്നില്ല. കിഷോർ കുമാർ എന്ന് പറയുന്ന ഗേ ആയ പുരുഷൻ മരിക്കുമ്പോൾ ഇവരെ കാണുന്നില്ല. ആത്മഹത്യ ചെയ്യേണ്ടി വരുമ്പോൾ ഇവരാരും എത്തിച്ചേരുന്നില്ല. ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട്, പുരുഷന്മാർക്ക് വേണ്ടി ഇവരാരും തന്നെ സംസാരിക്കുന്നില്ല. ഇവരെപ്പോഴും സംസാരിക്കുന്നതും ഒച്ച വെക്കുന്നതും പടക്കം പൊട്ടിക്കുന്നതും ലൈംഗിക അതിക്രമ കേസുകൾക്കകത്ത് ജാമ്യം കിട്ടുകയോ വെറുതെ വിടുകയോ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഇവർ പടക്കം പൊട്ടിക്കുന്നതും മാലയിടുന്നതും. മറ്റൊരു വിവേചനം അനുഭവിക്കുന്ന പുരുഷന്മാർക്കൊപ്പം ഇവർ നിന്നിട്ടില്ല. ഇത്തരം പുരുഷന്മാർക്കൊപ്പം കൃത്യമായി കഴിഞ്ഞ 10 വർഷമായി കേരളത്തിനകത്ത് നിൽക്കുന്ന ഒരാളെന്ന ഉറപ്പിന്റെ പേരിൽ കൂടിയാണ് എനിക്കിത് പറയാൻ വേണ്ടി സാധിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ട് പുരുഷന്മാരുടെ ഒപ്രഷൻ ഇവിടെ ഒരു ഗതിയും പരഗതിയും ഇല്ലേ, നിസ്സഹായരാണ് ഞങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത് രാഹുൽ ഈശ്വർ. നോക്കൂ, ഇവിടെ നിയമവ്യവസ്ഥയ്ക്ക് ആർട്ടിക്കിൾ 14 എല്ലാവരും തുല്യരാണെന്ന് പറയുന്ന സമയത്ത് ആർട്ടിക്കിൾ 15(3) ക്ലോസ് പ്രകാരം പറയുന്നു സ്ത്രീകൾ, കുട്ടികൾ അവർക്ക് പ്രത്യേക പരിഗണന വേണം. 46 പ്രകാരം പറയുന്നു SC ST OBC അടക്കമുള്ള പിന്നോക്കാവസ്ഥയിലുള്ളവർക്ക് പ്രത്യേക പരിഗണന വേണം. തുല്യതയുടെ മറ്റൊരു ആശയമായിട്ടാണ് അഫർമേറ്റീവ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഭരണഘടന തന്നെ കൃത്യമായി കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി സ്പെഷ്യൽ പ്രൊവിഷൻസ് ഉള്ളത് കൊണ്ട് പുരുഷന്മാർക്ക് ഒന്നുമില്ലേ എന്നാണ് ചോദ്യം. പുരുഷന്മാർക്ക് കൃത്യമായ വ്യവസ്ഥ ഇവിടെ ഉണ്ട്. നോക്കൂ, BNSന്റെ 229 വകുപ്പ് പ്രകാരം തെറ്റായ എവിഡൻസ് ഒരു സ്ത്രീ കൊടുത്തു കഴിഞ്ഞാൽ, ജുഡീഷ്യൽ പ്രക്രിയയുടെ ഏത് ഘട്ടത്തിൽ കൊടുത്തു കഴിഞ്ഞാലും 3 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന ഒരു കാര്യമാണ്. പോഷ് ആക്ടിനകത്ത് കൃത്യമായി സൂചിപ്പിച്ചിരിക്കുന്നു, തെറ്റായൊരു പരാതിയാണ് തൊഴിലിടത്തെ ആണിനെതിരെ ഒരു സ്ത്രീ കൊടുക്കുന്നതെങ്കിൽ അവർക്കെതിരെ കൃത്യമായ ക്രിമിനൽ ആക്ഷൻ വരാമെന്നുള്ള രീതിയിലുള്ള കൃത്യമായ പ്രൊവിഷനുകൾ പോഷ് ആക്ടിലുണ്ട്. ഇങ്ങനെ വളരെ കൃത്യമായി നിയമത്തിനകത്ത് പുരുഷന്മാർക്ക് ഇനി ഇതൊന്നുമല്ലെങ്കിലും കൃത്യമായി ആർട്ടിക്കിൾ 32 ഉപയോഗിച്ചുകൊണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി ഉപയോഗിച്ചുകൊണ്ട് 226 പ്രകാരം ഹൈക്കോടതിയിലും 32 പ്രകാരം സുപ്രീം കോടതിയിലും മൗലികാവകാശം ലംഘിച്ചു കഴിഞ്ഞാൽ പോകാൻ പറ്റുന്നതാണ്. മൗലികാവകാശ ലംഘനങ്ങൾക്കകത്ത് ഒരു വിവേചനവും ഒരു കോടതിയും ഇന്നേ വരെ കാണിച്ചിട്ടില്ല. ഇത്തരം പ്രൊവിഷൻസ് ഒക്കെ നിയമത്തിൽ നിലനിൽക്കുകയാണ്. പുരുഷന്മാർക്ക് വകുപ്പില്ലെന്ന് പറയുന്നത് ഇത് നിയമവിദ്യാർത്ഥി കൂടിയാണെന്ന് ആവർത്തിച്ച് പറയുന്ന രാഹുൽ ഈശ്വർ പറയുന്ന നുണയാണെന്നുള്ള കാര്യം ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ ഒറ്റ കാര്യം കൂടെ നിരന്തരം രാഹുൽ ആവർത്തിക്കുന്നത് എന്താണ്? വസ്ത്രദാനത്തെ കുറിച്ച് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇത് കോടതിയിലെ ആന്റിസിപ്പേറ്ററി ബെയിലിലും രാഹുൽ പറയുന്നതാണ് പറയുന്നത്. ആദ്യം രാഹുൽ പറഞ്ഞ കേസ് സ്വയം വാദിക്കുന്നുള്ളതാണ് പാർട്ടി ഇൻ പേഴ്സൺ. ഇപ്പൊ പിന്നെ വക്കീലിനെ വെച്ച കാര്യം നമുക്കറിയാം, വക്കീലിനെ വെച്ചോട്ടെ, അത് രാഹുലിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത്. നോക്കൂ, മാറ്റ് അപ്പീൽ നമ്പർ 706 ഓഫ് 2024 കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, സ്ത്രീകളുടെ വസ്ത്രത്തെ വിലയിരുത്താൻ ഒരാൾക്കും അവകാശമില്ല. ഒരു സ്ത്രീയെ പരിഷ്കൃത സമൂഹത്തിൽ അവളുടെ വസ്ത്രത്തിന്റെ പേരിൽ മാത്രം വിലയിരുത്തുന്നത് ക്ഷമിക്കാനാവാത്തതാണ്, അനുവദിക്കാൻ പാടില്ലാത്തതാണെന്ന് കൃത്യമായി മാറ്റ് അപ്പീലിൽ
ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ആന്റിസിപ്പേറ്ററി ബെയിലിൽ ഈ പ്ലീയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ കോടതി രാഹുലിനുള്ളതും കൂടെ മടക്കി തരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു കാര്യം കൂടെ, ആർട്ടിക്കിൾ 19(1) പ്രകാരം രാഹുലിന് മൗലികാവകാശമുണ്ട് എന്തും പറയാനെന്നാണ്, ഹണിറോസിന്റെ വസ്ത്രദാനത്തെ കുറിച്ച് പറയാനെന്നാണ് രാഹുൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, കൃത്യമായി WPC 2108/2014 കൃത്യമായി കോടതി പറഞ്ഞിരിക്കുന്നു, ഒരാളുടെ ഡിഗ്നിഫൈഡ് ലൈഫ് എന്ന് പറയുന്നത് പേഴ്സണൽ ഓട്ടോണമി, പ്രൈവസിയുടെ ഭാഗമായി ജസ്റ്റിസ് പുട്ടുസ്വാമി കേസിൽ പറയുന്ന വസ്ത്രധാരണം അടക്കമുള്ള സ്വകാര്യത, 21 സംരക്ഷിക്കുന്ന സ്വകാര്യത, 21ന്റെ മുകളിലല്ല ഒരു മനുഷ്യന്റെയും ആർട്ടിക്കിൾ 19 അഥവാ ആവിഷ്കാര സ്വാതന്ത്ര്യം. കോടതി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും സമയത്തിൽ ആർട്ടിക്കിൾ 19 അതായത് രാഹുൽ ഈശ്വറിന്റെ വസ്ത്രധാരണത്തെ കുറിച്ചുള്ള കമന്റും ഹണി റോസിന്റെ വസ്ത്രം ധരിക്കാനുള്ള പേഴ്സണൽ ഓട്ടോണമിയും തമ്മിൽ കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 21 നിൽക്കുകയുള്ളൂ. ഹണി റോസിന്റെ വസ്ത്ര സ്വാതന്ത്ര്യമേ പേഴ്സണൽ ഓട്ടോണമി നിലനിൽക്കുന്നു എന്ന് കോടതി കൃത്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആന്റിസിപ്പേറ്ററി ബെയിലിൽ ധൈര്യമുണ്ടെങ്കിൽ രാഹുൽ ഈശ്വർ കേരള ഹൈക്കോടതി മുൻപാകെ ഇതേ വാദം ആന്റിസിപ്പേറ്ററി ബെയിലിൽ ആവർത്തിക്കരുത്. കോടതി കൃത്യമായി അതിന്റെ ഗ്രൗണ്ട്സ് പറഞ്ഞുകൊണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി പറഞ്ഞുകൊണ്ട് എടുത്തത് കയ്യിൽ വെക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമായി പറഞ്ഞിട്ടുണ്ട്. ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത് എക്കാലവും വേട്ടക്കാരുടെ തോഴനാണ്, അവർക്ക് വേണ്ടി വാദം പറയാൻ വരുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഇത് വ്യൂ ചെയ്യുന്ന നമ്മുടെ സിറ്റിസൻസ്, അവർക്ക് പ്രത്യേകിച്ച് നിയമത്തെക്കുറിച്ച് അജ്ഞതയുള്ളവർക്ക് നിയമത്തെ വളച്ചൊടിച്ച് തൻ്റെ രീതി വ്യാഖ്യാനിച്ചുകൊണ്ട് വരുന്ന കാര്യങ്ങൾ അവരിലോട്ട് സ്പ്രെഡാക്കുക. പ്രത്യേകിച്ചും ഒരു മതവിഭാഗത്തിൽപ്പെട്ട ജനതയിലോട്ട് അത് കൂടുതൽ സ്പ്രെഡ് ചെയ്യിക്കാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട്. എപ്പോഴും ഈ രണ്ട് നയമാണ് രാഹുൽ ഈശ്വറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കുട്ടനാടൻ മാർപ്പാപ്പ എന്ന പടത്തിൻ്റെ അകത്ത് ചാക്കോച്ചൻ തൻ്റെ ലവറിനോട് സംസാരിക്കുമ്പം ധർമ്മജം എന്ന് പറയുന്നുണ്ട്, രണ്ടും കൂടെ വേണ്ട, ഈ രണ്ട് നയമാണ്. ഇങ്ങനെ നിൽക്കും. വേട്ടക്കാരനോട് പറയും നിൻ്റെ കൂടെയാണ്, നിൻ്റെ കൂടെ. അതിന് വേട്ടക്കാരൻ താഴോട്ട് പോകുമെന്ന് കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന് കയറി ഇരയുടെ കൂടെ കൂടെ. വേട്ടക്കാരൻ കാണിച്ച മോശമാണ്, എന്നാലും ഇരയ്ക്ക് നീതി കിട്ടണം. ഈ രീതി വളയ്ക്കുകയും ചെയ്യും. ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതികരണം കേട്ടല്ലോ അല്ലെ, ഈ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷമുള്ള പ്രതികരണമായിരുന്നു അത്. ഇനി മുതൽ ശ്രദ്ധിച്ചേ താൻ വാക്കുകൾ ഉപയോഗിക്കൂ എന്നാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഇത്തരത്തിൽ തന്റെ ഭാഗത്ത് നിന്ന് കോടതി ഉൾപ്പെടെ പരാമർശിച്ചിരിക്കുന്ന രീതിയിൽ വാക്കുകൾ വന്നിട്ടുണ്ട് എന്ന് സമ്മതിക്കുകയാണ് അദ്ദേഹം. തീർച്ചയായിട്ടും ബോബി ചെമ്മണ്ണൂർ തന്റെ തെറ്റ് തിരുത്തണം, തെറ്റ് മനസ്സിലാക്കണം. അദ്ദേഹത്തെ ഇനിയും കേരളീയ സമൂഹത്തിന് വേണം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ. പക്ഷെ അദ്ദേഹത്തിന് പറ്റിയ തെറ്റ് തിരുത്തണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിയുടെ പേര് PV കുഞ്ഞികൃഷ്ണൻ സാർ ബോബി ചെമ്മണ്ണൂരിനെ വളരെ കറക്റ്റീവായിട്ട് ഒരു പാഠം പഠിപ്പിച്ചു. ഒരുപക്ഷെ സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന ജഡ്ജിമാരെ പോലെ ശക്തമായ ഒരു പാഠം അദ്ദേഹത്തിന് നൽകി. എന്നാൽ കരുണയും കാണിച്ചു, മാപ്പപേക്ഷ സ്വീകരിച്ചു, ഇന്നലെ ജാമ്യം കൊടുത്തു. ഇങ്ങനെയുള്ള ജഡ്ജിമാരാണ് നമ്മൾ സമൂഹത്തിന് വേണ്ടത്. അവർ കറക്റ്റീവ് ഫോഴ്സ് ആയിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് കുഞ്ഞികൃഷ്ണൻ സാറിന്, ആ ജഡ്ജിക്ക് ഏറ്റവും ആദരവോടെ പ്രണാമം അർപ്പിക്കുന്നു. കറക്റ്റ് സ്റ്റാൻഡാണ്. ഇതാണ് ബാലൻസ്. അതായത് ജാമ്യം റദ്ദാക്കിയില്ല, ജാമ്യം കൊടുക്കുകയും ചെയ്തു. എന്നാൽ അതിരൂക്ഷമായി വിമർശിച്ചു, സ്ത്രീപക്ഷ നിലപാടുകളെ എല്ലാം ഉയർത്തിപ്പിടിച്ചു. എന്നാൽ ബോബി ചെമ്മണ്ണൂരിനെ കൂടുതൽ ദിവസം ജയിലിൽ ഇടേണ്ടത് പറഞ്ഞു. ഈ കറക്റ്റ് ബാലൻസ് ആണ് അദ്ദേഹം എടുത്തത്. അതുകൊണ്ട് കേരളത്തിൽ ഇതൊരു പോസിറ്റീവ് ദിവസമാണ്. കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാവിധ നന്മയും ജയിച്ചു. പുരുഷൻ വേട്ടയാടപ്പെടരുത്, എന്നാൽ സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കണം. സ്ത്രീകൾക്ക് അനുകൂലമായി തന്നെ കോടതികളും സംവിധാനങ്ങളും നിൽക്കണം. എന്നാൽ പുരുഷനെ ഒരു പരിധിക്കപ്പുറം ജയിലിലിടുന്ന മനോഭാവം ഉണ്ടാകരുത്. ഞാനൊക്കെ ഒന്ന് പേടിച്ചു, അതായത് ബോബി ചെമ്മണ്ണൂരുടെ ജാമ്യം ക്യാൻസൽ ചെയ്യുമോ, 1-2 ദിവസം കൂടെ ജയിലിൽ കിടക്കാൻ പറയുമോ എന്നൊക്കെ. പക്ഷേ ജഡ്ജി കുഞ്ഞികൃഷ്ണൻ സാർ വളരെ അനുഭാവത്തോടെ, എന്നാൽ ശക്തമായി തന്നെ, പരാമർശങ്ങളിൽ ഒരു മയവും അദ്ദേഹം കാണിച്ചില്ല. അതിരൂക്ഷമായി ബോബി ചെമ്മണ്ണൂരിന്റെ നിലപാടുകളെ ആക്രമിച്ചുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ തന്റെ തെറ്റ് തിരിച്ചറിയുന്ന രീതിയിൽ ഒരു കറക്റ്റീവ് ഫോഴ്സായി വന്നു. നമ്മുടെ ജുഡീഷ്യറി ഒന്നുകൂടി വിജയിച്ച ദിവസമാണ്. സാധാരണക്കാരൻ എന്നും ജുഡീഷ്യറിയിലാണ് വിശ്വാസം എന്ന് വീണ്ടും ഊട്ടി ഉറപ്പിട്ട ദിവസമാണ്. അതുകൊണ്ട് വളരെ പോസിറ്റീവാണ് നമ്മളിലേക്ക് കാണണം എന്നുള്ളതാണ്. ഇതൊന്നും അല്ലല്ലോ ഇയാൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത്രയും ദിവസം ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി കട്ടയ്ക്ക് കൂടെ വന്ന് ഹണി റോസിൻ്റെ വസ്ത്രധാരണയാണ് പ്രശ്നം, കുന്തി ദേവി എന്നുള്ള പരാമർശമാണ്, അതിൻ്റെ പേരിൽ ഇങ്ങനെ ഘോഷിക്കല്. നേരെ ഫ്ലൈറ്റ് തിരിച്ച് എൻ്റെ രാഹുൽ ഈശ്വർ, നിങ്ങളാ ഇരയുടെ കൂടെയും നിങ്ങൾ വേട്ടക്കാരൻ്റെ കൂടെ ഒരേ സമയത്ത് നിർത്തും. ഓ, ഇത്ര നേരം നിങ്ങൾ വേട്ടക്കാരൻ്റെ കൂടെയായിരുന്നു. വിധി തിരിയുന്ന കണ്ടപ്പോൾ നിങ്ങൾ ഒറ്റ മലക്കം മറിച്ചിൽ നമിക്കുന്നു നിങ്ങളെ. നിങ്ങൾ വേറെ ലെവലാണ്. അതൊക്കെ മേൽ ഈ പ്രത്യേകിച്ച് ഇങ്ങനെ രണ്ട് കാലിൽ ഇങ്ങനെ ചവിട്ടി കാല് പാളാടെ നോക്കണം കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ സ്ട്രെച്ചായി പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.